അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസുത്ത മോമിനിങ്ങളെ, ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ആക്കിയ വീഡിയോ ജമ്മു കസറിനുള്ള വിഷയത്തിലുള്ളതായിട്ട് കിടും. ആ ജമ്മു കസർ വിഷയത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹാഷിയത്തുൽ ഇലാഹിൽ ചൊന്ന ഒരു വിഷയം നിങ്ങൾ എതിരുള്ളതാണ് പലക്കെ പറഞ്ഞത്. അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തായി പോയത് ഞാൻ അർത്ഥാക്കിയതൊരു മിസ്റ്റേക്ക് ആയിട്ട് അത് നിങ്ങളുടെ ഈ തിദ്ದುപടിയാക്കിയിട്ടൊന്ന് ചൊന്ന് തറകായിട്ട് ഈ വീഡിയോയിൽ ഞാൻ വന്നിരും. വിഷയം എന്തിനാ ചൊന്നെങ്കിൽ ജമ്മു കസർ ആർക്ക് അനുവദനീയ 132 കിലോമീറ്ററൊക്കെയാണ് ദൂരം യാത്ര പോകേണ്ട. എല്ലാ ഹലാലായ യാത്ര പോകേണ്ട എല്ലാ ആൾമാർക്കും ജമ്മു കസർ അനുവദനീയായിട്ടിക്കിടും. അപ്പോൾ നാണ് നൻ്റെ യാത്ര തുടങ്ങിയെങ്കിൽ നൻ്റെ രായത്തെ ആ ഒരു ബോർഡർ ക്രോസ് ആക്കിയെങ്കിൽ പിന്നമേ നക്ക് ജമ്മു കസർ ആക്കുവരും. നൻ്റെ ഔത്തിൽ വെച്ചിട്ട് ജമ്മു കസർ ആക്കിയിട്ട് യാത്ര തുടങ്ങാൻ ചെന്നെങ്കിൽ ആവല. ഇതായിട്ട് നിയമം റിട്ടേൺ പറയുമ്പോൾ നിങ്ങൾ ഒരാൾ 5 ഗಂಟೆಗೆ ഉദാഹരണം ഇപ്പം നാണ് എൻ്റെ റായത്തേക്ക് യാത്ര എല്ലാം കഴിഞ്ഞിട്ട് അസർക്ക് 5 ഗಂಟೆಗೆ നാണ് എൻ്റെ റായത്ത് എത്രണ്ടിരിക്കാം. അപ്പം അണ്ടത്തെ ലുഹുറ നിസ്കാരം നാണ് ലുഹുറ ടൈമിൽ നിസ്കരിക്കാണ്ട് അസർക്ക് പിന്തിച്ചിട്ടും നിൽക്കണം. അപ്പം ഞാൻ എന്താക്കണോ ബണ്ടെ തെരലും എവിടെയെങ്കിലും അസറിൻ്റെ ടൈമിലും ഞാൻ ലുഹറും അസറും ജമ്മും ഖസറുമായിട്ട് ഇതൊക്കെ നിസ്കരിച്ചിട്ട് നിനക്ക് വരാം. പക്ഷെ ഞാൻ അങ്ങനെ നിസ്കരിക്കാണ്ട് ഔത്തുകയെന്നാണ് ബന്നെങ്കിലും അവിടെ എന്താക്കാം നിങ്ങൾക്ക് ആ ജമ്മും കസറുമാക്കിയിട്ട് ആ ലുഹറും അസറും നിസ്കരിക്കാണ്ട് ഞാൻ ചെന്നത്. കാരണം ഒന്നാമത്തെ നിസ്കാരം, അതായത് ഇപ്പോൾ ലുഹറും അസറും അല്ലേ, അസറും ലുഹറും വെക്കും. ഒന്നാമത്തെ നിസ്കാരം ഏത് ലുഹറു. അപ്പം ലുഹറുടെ ടൈം പൂർത്തി ഞാൻ യാത്രയിൽ ഇന്ന കാരണത്താൽ അസറുടെ ടൈമിൽ ഔത്തുകെത്തിയെങ്കിലും അസറും ലുഹറും ജമ്മും കസറുമാക്കി നിസ്കരിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഹാഷിയത്തുൽ ഇലാഹിൽ ഇത് ചൊന്നറുണ്ടായിട്ട് ഞാൻ ചൊന്നത്. അതങ്ങനെയല്ല. ഹാഷിയത്തുൽ ഇലാഹിലുള്ളത് ഈ ചൊന്നത് ഇതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൊന്നറോ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഹാഷിയത്തുൽ ഇലാഹിൽ ചൊല്ലിട്ട് എങ്ങനെ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ലുഹുർ അസർക്ക് ഞങ്ങൾ പിന്തിച്ച ലുഹുർ ടൈം ഫുള്ള് യാത്ര ഉണ്ടെങ്കിൽ അസറിൻ്റെ ടൈമിൽ ഞാൻ ഔത്ത് എത്തിയെങ്കിൽ ഞാനവിടെ ജമ്മു കസറാക്കാണ്ടല്ല, ജമ്മു ആക്കാവില്ല കസറും ആക്കാവില്ല. പിന്നെ അത് വേറെ 4 റക്അത്തായിട്ട് പൂർത്തിയായിട്ട് അങ്ങനെ നിസ്കരിക്കണം. പിന്നെ എന്തിനാ ചെന്നാൽ ഞാൻ ഔത്ത് എത്തിയും കലാവറും പിന്തിച്ച നിസ്കാരം യാത്ര തീർന്നതുക്ക് മുന്നിൽ നിസ്കരിക്കണുണ്ടല്ലേ. അക്കസ്മാತ್ ഔത്ത് എത്തിയും യാത്ര തീർന്ന് അവ കലായ ഹുക്കുമായിട്ട് ലുഹറു. അപ്പം പിന്നെ എന്തിനാറു അവിടെ കലാ പക്ഷേ കലാ ലാ ഇസ്മ ഫീഹി, ആ കലാ ആക്കുന്നതിൽ ശിക്ഷയില്ലാണ്ടായിട്ട് കലാ ആക്കാണ്ടല്ല, അവിടെ കലാ ആയിപ്പോയെങ്കിൽ അത് നിസ്കരിക്കാം. ബട്ട് ആ കലാക്ക് ശിക്ഷയില്ല. വേറെ ഇത്ര ഏത് നിസ്കാരം കലാക്കിയെന്നോ അള്ളാഹു മുട്ട നിങ്ങൾക്ക് അത് ശിക്ഷ ഉണ്ടോ, ഇതൊക്കെ ശിക്ഷ ഇല്ലാണ്ടുള്ളതായിട്ട് ചൊല്ലുന്നത്. അപ്പം ഞാൻ അത് അർത്ഥാക്കിയതായിട്ട് മിസ്റ്റേക്ക് നിസ്കരിക്കാണ്ടായിട്ട്, അതായത് ജമ്മും കസറും ഔത്താക്കാട്ടുള്ളതായിട്ട് ഞാൻ അത് അർത്ഥാക്കി. അങ്ങനല്ല, ആക്കുക തീറ അങ്ങനെ ഔത്ത് വന്നെങ്കിൽ നിസ്കാരം എന്താവും ഹലാക്ക് ശിക്ഷയില്ലാണ്ടുള്ളതായിട്ട് ഹാഷിയത്തുൽ ഇലാഹിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ചൊന്നത്. ഈ ഒരു ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥമാവില്ല. കഴിഞ്ഞ ക്ലാസ് കേട്ടെങ്കിൽ അതിൽ ചൊന്നത് എന്തിനാണ്ട് കൊണ്ടിരുന്നെങ്കിൽ ഇത് അർത്ഥമാവും. അല്ലാഹു അഅലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.